ഹായ് മക്കളെ, കീം എക്സാമിന് നമ്മളിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബേസിക് സ്ട്രെങ്ത് കമ്പാരിസൻ്റെ ചോദ്യം. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ കീം എക്സാമിൻ്റെ ചോദ്യ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചോദ്യമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് എല്ലാ കീം എക്സാമിൻ്റെ ചോദ്യ പേപ്പറുകളിലും ഉണ്ടാവും. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബേസിക് സ്ട്രെങ്ത് കമ്പാരിസണിൽ ഓർത്ത് വെക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, അലീഫാറ്റിക് അമീനുകളുടെ ബേസിക് സ്ട്രെങ്ത് അമോണിയേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അരോമാറ്റിക് അമീനുകളുടെ ബേസിക് സ്ട്രെങ്ത് അമോണിയേക്കാൾ കുറവായിരിക്കും. ഇതാണ് ആദ്യമേ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി അലീഫാറ്റിക് അമീനുകളിൽ തന്നെ നമ്മളോട് ബേസിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഒന്നിലധികം അലീഫാറ്റിക് അമീൻസ് വന്നിട്ട് ബേസിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ ചോദിക്കും. ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ് എന്നുള്ളത്. അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, അലീഫാറ്റിക് അമീനുകൾ ഗേഷ്യസ് സ്റ്റേറ്റിലാണോ അതോ അക്വസ് സൊല്യൂഷനിലാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ടേഴ്സറി ആയിരിക്കും ഏറ്റവും ബേസിക്, പിന്നെ സെക്കൻഡറി ആയിരിക്കും, പിന്നെ പ്രൈമറി ആയിരിക്കും. ഇനി അക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും നമ്മുടെ NCERT-യിൽ കൊടുത്തിരുന്ന 2 എക്സാമ്പിൾസ് അല്ലാതെ അതിന് പുറമെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളോട് ചോദിക്കുക ഒന്നെങ്കിൽ മെത്തൈലമീനുകളായിരിക്കും അല്ലെങ്കിൽ എത്തൈലമീനുകളായിരിക്കും. ഈ രണ്ടിന് നമുക്കൊരു കോഡ് ഉണ്ട്. മെത്തൈലമീനുകളുടെ അക്വസ് സൊല്യൂഷനിലെ ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സെക്കൻഡറി, പ്രൈമറി, ടേഴ്സറി എന്നുള്ള ഓർഡറാണ്. അത് ഓർത്ത് വയ്ക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 213 എന്ന് ഓർത്താൽ മതി. 213 സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടേഴ്സറി. ഇനി എത്തൈലമീനുകളാണെങ്കിലോ അവിടെ സെക്കൻഡറി തന്നെയാണ് ഏറ്റവും ബേസിക് ആകുക, പിന്നെ പക്ഷേ പ്രൈമറി അല്ല കേട്ടോ, ടേഴ്സറി ആണ്. ഓക്കെ, ഏറ്റവും കുറവായിരിക്കും പ്രൈമറിക്ക്. അപ്പോൾ ഇത് ഓർക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 231 231 എന്നുള്ള കോഡ് ഓർത്താൽ മതി. സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേഴ്സറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഓക്കെ അല്ലേ? അപ്പോൾ അലീഫാറ്റിക് അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അരോമാറ്റിക് അമീനുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു അരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ഉള്ള അമീൻ ആണല്ലോ അരോമാറ്റിക് അമീൻ. അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാ നോക്കുക. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറയും. അതായത് ഇപ്പോൾ NO2, COOH പോലുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറയും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കൂടും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എത്തൈൽ ഗ്രൂപ്പ്, മെത്തൈൽ ഗ്രൂപ്പ്, ഇവരൊക്കെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പ് വരുമ്പോൾ ബേസിക് സ്ട്രെങ്ത് കൂടും. ഈ ഒരു പേജിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കീമിൻ്റെ ഏത് ബേസിക് സ്ട്രെങ്ത് കമ്പാരിസൻ്റെ ചോദ്യവും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് 1-2 ചോദ്യങ്ങൾ നോക്കിയാലോ. പ്രീവിയസ് ഇയറിലെ കീം എക്സാമിലെ ചോദ്യ പേപ്പറുകളിൽ നിന്ന് ഞാൻ എടുത്ത ആദ്യത്തെ ചോദ്യം ഇതാ, ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഇൻ അക്വസ് സൊല്യൂഷൻ ഓഫ് അമീൻസ്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയേ, അക്വസ് സൊല്യൂഷൻ ഓഫ് അമീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്നതോ ഡൈമെത്തൈലമീൻ, മെത്തൈലമീൻ, ട്രൈമെത്തൈലമീൻ, അമോണിയ. അമോണിയ എന്തായാലും ഉണ്ട്. അതിന് കൂടെ കൊടുത്തിരിക്കുന്ന അലീഫാറ്റിക് അമീനുകൾ മെത്തൈലമീൻസ് ആണ്. അപ്പം മെത്തൈലമീനുകളുടെ നമ്പർ എന്തായിരുന്നു? നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു മെത്തൈലമീനുകളുടെ ഓർഡർ നമ്മൾ 213 എന്നുള്ള നമ്പർ ഓർത്താൽ മതി. അപ്പോൾ സെക്കൻഡറിയാണ് ഏറ്റവും ബേസിക് ആകുക. അതായത് ഡൈമെത്തൈലമീനാണ് ഏറ്റവും ബേസിക് ആകുക. റെഡി അല്ലേ? ഡൈമെത്തൈലമീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും? പിന്നെ പ്രൈമറി അമീൻ ആയിരിക്കും. അപ്പോൾ ഡൈമെത്തൈലമീനാണ് ഏറ്റവും ബേസിക് ആകുക, പിന്നെ പ്രൈമറി അമീനാണ്, പിന്നെ ടേഴ്സറി അമീനാണ്. അപ്പോൾ 2, 1, 3 കറക്റ്റ്. അതിലും കുറവായിരിക്കും അമോണിയയ്ക്ക്. സിമ്പിളായിട്ട് നമ്മൾ ആ ചോദ്യം ആൻസർ ചെയ്തു. അടുത്ത ദിവസം നോക്കി, സിമിലർ ആയിട്ടുള്ള ചോദ്യം, വേറൊരു ചോദ്യ പേപ്പറാണ് കീമിൻ്റെ. എ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻ ഇൻ അക്വസ് മീഡിയം. അപ്പോൾ അവിടെയും അക്വസ് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എളുപ്പ, ഞാൻ ആ പറഞ്ഞ ഓർഡർ ഓർത്താൽ മതി നിങ്ങൾ. ഓക്കെ, ഇവിടെയും കൊടുത്തിരിക്കുന്ന എല്ലാം മെത്തൈലമീനുകളാണ് കണ്ടോ. CH3, CH3 twice, CH3 thrice. അപ്പോൾ ഏത് നമ്പറാ? 213. ശരിയല്ലേ? അപ്പോൾ 213 എന്ന് പറയുമ്പോൾ സെക്കൻഡറി, പ്രൈമറി, ടേഴ്സറി, അതിലും താഴെയായിരിക്കും അമോണിയ വരിക. അപ്പോൾ 213. സിമ്പിളായിട്ട് നമ്മൾ ആൻസർ ചെയ്തു. അനദർ ക്വസ്റ്റ്യൻ, ഇനിയുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നോക്കൂ മറ്റൊരു ചോദ്യം, ദ കറക്റ്റ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. അപ്പോൾ കറക്റ്റ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് എന്ന് ചോദിച്ചിട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന നിങ്ങൾ നോക്കി, അമോണിയ ഉണ്ടടാ, എത്തൈലമീൻ, പ്രൈമറി എത്തൈലമീൻ ഉണ്ട്, ഇത് C6H5 അല്ലേ? അപ്പോൾ ഇത് അരോമാറ്റിക് അമീനാണ്, ബെൻസീൻ ആണ്. ഇവിടെയോ C6H5CH2NH2. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവനൊരു അരോമാറ്റിക് അമീനാണ്, ഇത് അമോണിയയാണ്. ഇവർ രണ്ടുപേരും എന്താണ്? അലീഫാറ്റിക് അമീൻസ് ആണ്. അപ്പോൾ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? അമോണിയേക്കാൾ കുറവാണ് അരോമാറ്റിക് അമീനിന്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അരോമാറ്റിക് അമീനുകൾക്ക് ഏറ്റവും കുറവ് ബേസിക് സ്ട്രെങ്ത് ഏത് ഓപ്ഷനിലാണെന്ന് നോക്കിയാൽ മതി. അരോമാറ്റിക് അമീനിന് ഏറ്റവും കുറവ് ബേസിക് സ്ട്രെങ്ത് ഏത് ഓപ്ഷനിലാണ്? ദാ C6H5NH2, C6H5NH2. ഈ 3 ഓപ്ഷനുകളിലും അരോമാറ്റിക് അമീനുകൾക്കാണ് ഏറ്റവും കുറവ് ബേസിക് സ്ട്രെങ്ത്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ A അല്ല, ഓപ്ഷൻ D അല്ല എന്ന് മനസ്സിലായി. ബാക്കി 3 ഓപ്ഷനിൽ ആരാ? അരോമാറ്റിക്കിനേക്കാൾ കൂടുതലായിരിക്കും അമോണിയയ്ക്ക് അല്ലേ? അങ്ങനെയല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത് ആണ്. അപ്പോൾ ഈ 3 ഓപ്ഷനിലും അങ്ങനെ തന്നെയാണോ? അല്ല, ഈ 2 ഓപ്ഷനിൽ മാത്രമേ അതുള്ളൂ.
അപ്പോൾ ഇവിടെ സി അല്ല എന്ന് മനസ്സിലായി. കാരണം സിയിൽ അമോണിയ അല്ല, വേറൊരാളെ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുക, സി എത്തൈലമീനിനാണോ അതോ ഈ തന്നിരിക്കുന്ന ബെൻസീൻ റിങ് വരുന്ന അമീനിനാണോ കൂടുതൽ ബേസിസ് സ്ട്രെങ്ത് ഉണ്ടാവുക? എത്തൈലമീനിനാണ്. കാരണം ബെൻസീൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ എത്തൈലമീനിനാണ് ഏറ്റവും കൂടുതൽ ബേസിസ് സ്ട്രെങ്ത് ഉണ്ടാവുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അതിനും താഴെയായിരിക്കും ബെൻസീൻ റിങ് വരുന്ന അമീൻ ഉണ്ടാവുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ നമ്മളോട് അമീൻസിൻ്റെ ബേസിസ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന ധാരാളം ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ കീമിൻ്റെ ചോദ്യപേപ്പറുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നിർബന്ധമായും നമ്മൾ അമീൻസ് എന്നുള്ള ചാപ്റ്ററിൽ ബേസിസ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ പഠിക്കണം. മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. കീം എക്സാം വരാൻ പോവാണ്. ബോർഡ് എക്സാമിന് ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമില്ല. ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്.